നമസ്കാരം. ഷാജൻ സ്കറിയ അഥവാ മറുനാടൻ ഷാജൻ എന്ന കള്ളനാണയത്തെ വീണ്ടും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ലക്ഷ്മികാനത്ത്. ലക്ഷ്മികാനത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ്. ലക്ഷ്മികാനത്ത് പറയുന്നത് BJPയിലെ മിടുക്കിയായ നേതാവ് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതിയും BJPയും തമ്മിൽ ഒരു തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഷാജൻ അങ്ങനെ ഒരു കഠിന ശ്രമം നടത്തിയതിനെ പറ്റിയിട്ടാണ്. BJPയിലെ മിടുക്കിയായ നേതാവായ അധീനയെ കൊടുക്കുവാൻ നോക്കി കിട്ടിയില്ല. കുറുക്കൻ ഷാജന് അതിന് മുന്നേ തന്നെ പണി കിട്ടി എന്ന തരത്തിലാണ് ലക്ഷ്മികാനത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷാജൻ്റെ അജണ്ട തുറന്നു കാണിച്ച് അധീനയെ അനാവശ്യമായി ഇനി ആരും ആക്രമിക്കേണ്ടതില്ല. അധീന അറിയാത്ത കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു, അത് തിരുത്തപ്പെട്ടു. അതിൽ അല്ലാതെ മറ്റൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടില്ല. സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് ചാടിക്കാൻ സുരേന്ദ്രൻ അണികളെ കൊണ്ട് വെറുപ്പിച്ചതും നന്ദഗോവിന്ദം ഭജൻകാരെ വച്ച ക്ഷേത്രത്തിൽ സുവിശേഷം കയറ്റാൻ നോക്കുന്നതും ഒക്കെ ഷാജൻ്റെ ഓരോരോ അടവുകൾ ആണ് എന്നാണ് ലക്ഷ്മികാനത്ത് പറയുന്നത്. ക്ഷേത്രത്തിൽ സുവിശേഷം കയറ്റാൻ നോക്കുന്നതും കുറുക്കൻ കുഞ്ഞാടിൻ്റെ പല അടവുകളിൽ ഒന്നു മാത്രം വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതാണ് ഹിന്ദു ശ്രദ്ധിക്കേണ്ടത്. ഷാജൻ എന്ന വ്യാജ കറകളഞ്ഞ കോൺഗ്രസ് കുഞ്ഞാടിനെയാണ്. BJPയിലെ ആടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന കുഞ്ഞാട്. ഷാജൻ്റെ ലക്ഷ്യം ശോഭാജി അടക്കം ഉള്ളവരെ BJPക്ക് എതിരാക്കി വെടക്കാക്കി തനിക്കാക്കുക എന്നതാണ്. ഷാജൻ്റെ പൊക്കിപ്പറച്ചിലിൽ പുളകം കൊള്ളുന്ന BJPയിലെ ചില ഒന്നിനും കൊള്ളാത്ത സ്വയം പൊങ്ങികളുടെ കാര്യം കട്ടപ്പുക എന്നിങ്ങനെ പോസ്റ്റ് നീളുകയാണ്. അങ്ങനെ കണക്കറ്റ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് ഷാജൻ സ്കറിയയെ ലക്ഷ്മികാനത്ത്. അക്ഷരാർത്ഥത്തിൽ വാസ്തവമായ സംഭവമാണ് ഷാജൻ സ്കറിയയെക്കുറിച്ച് ഈ പറഞ്ഞ പോസ്റ്റ്. അതായത് എല്ലാ സമയത്തും ഷാജൻ ഈ രീതിയിലുള്ളൊരു അടവാണ് പുറത്തെടുത്തിട്ടുള്ളത്. നേരത്തെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കാര്യത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് വേമ്പിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടി. ഭജനയുടെ ഒരു ചിട്ടവട്ടങ്ങൾ വച്ചുകൊണ്ട് അത്തരമൊരു രീതി നമുക്കങ്ങനെ സ്വാഭാവികമായി ഉൾക്കൊള്ളുവാൻ പറ്റാത്തതുകൊണ്ട് സ്വാഭാവികമായ ചില എതിർപ്പുകൾ ഉയർന്നു. അതിൻ്റെ അർത്ഥം BJPയും ക്രിസ്ത്യാനികളും തമ്മിലോ അല്ലെങ്കിൽ RSSും ക്രിസ്ത്യാനികളും തമ്മിലോ അകൽച്ചയിലാണ് എന്നല്ല. ഒരുപാട് ധാരാളം ക്രിസ്ത്യൻസ് BJPയിൽ പ്രവർത്തിക്കുന്നുണ്ട്, RSSൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ സുഗമമായിട്ട് തന്നെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. കാരണം ദേശീയ ധാരയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമൂഹം അതിനൊത്ത് നീങ്ങുന്നത് വളരെ സ്വാഭാവികമായ ഒരു ചലനമാണ് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഭാരതത്തിൻ്റെ ദേശീയതയ്ക്കൊപ്പം എല്ലാ കാലത്തും അടിയുറച്ച് നിന്നിട്ടുള്ളവരാണ് കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്ത്യാനികൾ. അതിൻ്റെ സ്വാഭാവികമായ അലയൊലി കേരളത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയും. ആ അലയൊലിയാണ് നമുക്ക് BJPക്കകത്ത് അല്ലെങ്കിൽ RSSനകത്ത് കാണാൻ പറ്റുന്നത്. അത് കേവലം ഏതെങ്കിലും ഒരു ഷാജൻ വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തുവാനോ മാറ്റിമറിക്കുവാനോ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കാര്യം എടുത്താൽ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ സ്വാഭാവികമായ വിമർശനത്തിനപ്പുറം നന്ദഗോവിന്ദം ഭജൻസും BJPയുമായിട്ടോ അല്ലെങ്കിൽ RSSുമായിട്ടോ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. വളരെ നല്ല കലാകാരന്മാരാണ് അവർ ഇനിയും ഉയരത്തിലെത്തും. അതിനു വേണ്ടിയിട്ടുള്ളൊരു എളിമയും മറ്റു കാര്യങ്ങളും ഇപ്പോൾ അവർ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എങ്കിലും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുത്തുവാൻ അവർ സന്നദ്ധമായി. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോവുകയാണ്. തെറ്റ് എവിടെ സംഭവിച്ചാലും അത് തിരുത്തുകയും തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യർ പിറവിയെടുക്കുന്നത്. അല്ലാതെ തെറ്റ് കാണുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചു പറഞ്ഞ് തനിക്ക് നേട്ടമുണ്ടാക്കുവാൻ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോകുന്ന കുറുക്കന്മാരല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വിഷവിത്തുകൾ തന്നെയാണ്. അത്തരം വിഷവിത്തുകളെയും കള്ളനാണയങ്ങളെയും തിരിച്ചറിയുവാനുള്ള സ്വാഭാവികമായ ശേഷി BJPക്കും RSSനുമൊക്കെ ഉണ്ട് ഷാജൻ സ്കറിയ. അല്ലാതെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തളിക്കുന്ന അല്ലെങ്കിൽ ഒരു വട്ടം കറക്കുന്ന അകത്ത് കിടന്ന് കളിക്കുന്ന ആൾക്കാരൊന്നുമല്ല BJPയുടെയും RSSൻ്റെയും ഒക്കെ ആൾക്കാരെന്നുള്ള കാര്യം ഷാജൻ മനസ്സിലാക്കേണ്ടതാണ്. ഷാജൻ അത് മനസ്സിലായില്ലെങ്കിൽ ഇനി മനസ്സിലായിക്കൊള്ളും. കാരണം ഇത്തരത്തിലുള്ള പല കളികളും കണ്ട് തന്നെയാണ് കേരളത്തിനകത്ത് സംഘപ്രസ്ഥാനങ്ങൾ വളർന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതും. അതുകൊണ്ട് തന്നെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാനായിട്ട് ആ പ്രസ്ഥാനത്തിന് കഴിയുമെന്നതാണ്. ചില ആൾക്കാർ ഷാജൻ ജി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് താങ്കൾ പുളകം കൊണ്ടിട്ടുണ്ടാകും, താങ്കൾ വിചാരിച്ചിട്ടുണ്ടാകും എല്ലാ കാലത്തും ഇവരെ ഇങ്ങനെ നിർത്തി പാട്ടിലാക്കി നിർത്തിക്കൊണ്ട് കാശ് സമ്പാദിക്കാമെന്നാണ്
താങ്കൾക്ക് തോന്നുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വ്യൂവർഷിപ്പ് കൊണ്ട് ഈ രീതിയിൽ വളർന്ന് പൊങ്ങിക്കൊള്ളാം എന്നാണ് താങ്കൾക്ക് തോന്നുന്നതെങ്കിൽ താങ്കൾക്ക് തെറ്റി. താങ്കൾ എവിടെ വച്ചാണ് ഈ വിഷബീജം എറിയുന്നത് അല്ലെങ്കിൽ വിഷവിത്ത് എറിയുന്നത്, അവിടെ വച്ചുകൊണ്ട് ഈ ഒരു സ്നേഹബന്ധത്തെ മാറ്റി വയ്ക്കുവാനും അവർക്കറിയാം. ദേശീയ ധാരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾക്കൊപ്പം സ്വയം സേവകർ അടിയുറച്ച് നിൽക്കാറുണ്ട്. അത്തരം ദേശീയ ധാരയിൽ നിൽക്കുന്ന മാധ്യമം എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ഒപ്പവും കുറച്ച് കാലങ്ങളായിട്ട് RSSൻ്റെയും BJPയുടെയും ഒക്കെ ആൾക്കാർ താങ്കളുടെ വീഡിയോ കണ്ടതും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിച്ചതും. കാരണം ദേശീയ ധാരയിൽ ഓരോ ശബ്ദങ്ങൾ ഉയരുമ്പോഴും അത് ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ആ ദേശീയ താത്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട്, അല്ലാതെ RSSനെ മുൻനിർത്തിക്കൊണ്ടോ BJPയെ മുൻനിർത്തിക്കൊണ്ടോ ഉള്ള അഭിപ്രായ ധോരണികളുടെ പേരിലല്ല ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് താങ്കൾക്ക് തന്നത്. ഭാരതത്തിൻ്റെ ദേശീയതയെ, ഈ രാഷ്ട്രബോധത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ താങ്കൾ അതിൽ നിന്ന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നേരെ തിരിയുമ്പോൾ സ്വാഭാവികമായി ആ എതിർപ്പും നേരിടേണ്ടി വരും താങ്കൾ. അല്ലാതെ താങ്കൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനെ വിഭജിക്കുവാനോ വിഘടിപ്പിക്കുവാനോ കഴിയില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം താങ്കൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അധീന ഭാരതിയെ സംബന്ധിച്ചിടത്തോളം, അധീന ഭാരതി എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് യുവനിരയിൽ വളരെ സജീവമായ BJPയുടെ നേതാവാണ്. ആ BJPയുടെ നേതാവായിട്ടുള്ള പെൺകുടി അത് ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദു ആണെന്നോ ഒന്നും ആരും ചോദിച്ചിട്ടില്ല. കാരണം ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ ദേശീയ ധാരയിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നതാണ്. യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം യുവമോർച്ചയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും താല്പര്യവും അതിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അല്ലാതെ മതബോധവും മതചിന്തയും അതിൻ്റെ ഭാഗമേ അല്ല. ഇനി ഭജന പാടുന്ന ഒരു കാര്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് താങ്കൾ നോക്കുന്നതെങ്കിൽ അത് ആ സമയത്തുള്ള മാത്രം ഒരു എതിർപ്പിൻ്റെ ഭാഗമാണ്. ഇനിയും അതിൽ വേറെ എന്തെങ്കിലും തോണ്ടിക്കളിക്കാമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാജന് ഒരു കാരണവശാലും അതിൻ്റെ അടുത്ത് പോലും എത്തുവാനായിട്ട് കഴിയില്ല. അതിന് കണക്കറ്റ രീതിയിൽ കണക്കിന് തന്നെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.